കുറുമ്പൂർ നായ്ക്കർപാടം നെല്ലുൽപാദക പാടശേഖര സമിതികളുടെ വാർഷിക പൊതുയോഗം നടത്തി. കൃഷിക്കാരുടെ നിരവധിയായ പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. അയലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു. ചില പ്രദേശങ്ങളിലെല്ലാം നമ്മുടെ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും കൊയ്ത്ത് കഴിഞ്ഞിട്ട് പകുതി പാടത്തും പകുതി കൊയ്യാണ്ടും നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു മഴയും വന്നിട്ട് ഉള്ളതിൽ പ്രയാസം തന്നെയാണ്, ബുദ്ധിമുട്ടാണ്, നഷ്ടമുള്ളത് തന്നെയാണ് നമ്മുടെ കൃഷി മേഖല എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ച ഒന്ന് രണ്ട് പരാതികൾ എന്ന് പറയുന്നത് സമയബന്ധിതമായിട്ട് നെല്ല് ശേഖരണം എടുത്തുകൊണ്ട് പോകണില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് മാഡം പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പാടശേഖരത്തിൻ്റെ പ്രദേശത്തും വരുന്ന ഈ കൊയ്ത്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ട് അത് എടുത്തിട്ട് പോകാൻ വേണ്ടി തീരുമാനം നൽകുന്നതും അതാത് പാടശേഖര സമിതിയിലെ സെക്രട്ടറി പ്രസിഡന്റുമാർ തരുന്നതിൻ്റെ എന്താ പറയുക, അവർ തരുന്ന ആ നിർദ്ദേശപ്രകാരമാണ് കൃഷി ഓഫീസർ അതിൻ്റെ തുടർ നടപടി നടപ്പിലാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞു, ചില പാടശേഖര സമിതി മുന്നേ കൊയ്ത് കഴിഞ്ഞു, ഇപ്പോഴും കൊയ്യാത്ത പാടശേഖര സമിതികൾ നിറയുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംയുക്തമായിട്ടുള്ള പാടശേഖര സമിതി യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്ന സമയത്ത് അവിടെ എടുക്കേണ്ട തീരുമാനങ്ങളാണത്. ഏത് സമയത്ത് നമ്മൾ കൊയ്ത്ത് ചെയ്യണം എന്നുള്ളതും അതുപോലെ തന്നെ ഏത് സമയത്ത് നമ്മൾ വിത്തിറക്കണം എന്നുള്ളതും സംയുക്തമായിട്ട് പാടശേഖര സമിതികൾ തീരുമാനിച്ച് അതാത് പാടശേഖര സമിതിൻ്റെ കീഴിൽ വരുന്ന കർഷകർക്ക് അതിൻ്റെ നിർദ്ദേശം കൊടുത്ത് വിളവെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഏകോപിപ്പിച്ച് ഒരുമിച്ച് ഒരുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പരാതി പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല. സമിതി പ്രസിഡന്റ് MP ബാബു അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീന ചാന്ദ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. കൃഷി അസിസ്റ്റന്റ് രമ പദ്ധതി വിശദീകരിച്ചു. ഇ സുലൈമാൻ, ആറുമുഖൻ, സുജാത ബാലൻ എന്നിവർ പ്രസംഗിച്ചു.